നമസ്കാരം. വിജിലൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കേരളത്തിന്റെ മുൻ DGP ശ്രീ ജേക്കബ് തോമസ് സാറാണ്. നമസ്കാരം സാർ. ഇന്നത്തെ നമ്മുടെ വിഷയം നിയമവകുപ്പാണ്. ശരിക്കും ഈ നിയമവകുപ്പ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് സാർ വരുന്നത്? നിയമവകുപ്പിന്റെ ഉദ്ദേശം എന്താണ്? അതിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്? നിയമവകുപ്പ് സെക്രട്ടേറിയറ്റിൽ സർക്കാരിൻ്റെ, അതായത് കേരള സർക്കാരിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വകുപ്പാണ്. അതിൻ്റെ ചിലവുകളും കാര്യങ്ങളുമൊക്കെ കേരള ബഡ്ജറ്റിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അതിൻ്റെ തലവൻ എന്ന് പറയുന്നത് നിയമവകുപ്പ് മന്ത്രിയാണ്. റൂൾസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട് സെക്രട്ടേറിയറ്റിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതനുസരിച്ച് മിനിസ്റ്റർ ഇൻ ചാർജ് എന്ന് പറയുന്നത് നിയമവകുപ്പ് മന്ത്രിയാണ്. നിയമവകുപ്പ് മന്ത്രിയുടെ നിയന്ത്രണത്തിൽ ഒരു നിയമവകുപ്പ് സെക്രട്ടറി ഉണ്ട്. അതിൻ്റെ താഴെ ബാക്കി ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിൽ അഡീഷണൽ സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ബാക്കി എല്ലാവരും ഉണ്ട്. ഈ നിയമവകുപ്പ് സെക്രട്ടേറിയറ്റിലെ മറ്റ് വകുപ്പുകൾ പോലെയല്ല. അതിൻ്റെ കാരണം ഇതിൻ്റെ അകത്തുള്ള എല്ലാവരും നിയമബിരുദമുള്ളവരാണ്. മറ്റ് വകുപ്പുകളിൽ ഇപ്പം ഫിനാൻസ് വകുപ്പായാലും ശരി, കൃഷി വകുപ്പായാലും ശരി, തദ്ദേശ സ്വയംഭരണ വകുപ്പായാലും ശരി, വിദ്യാഭ്യാസ വകുപ്പായാലും ശരി, ആ വകുപ്പിന് അനുയോജ്യമായ വിദ്യാഭ്യാസം വേണമെന്നില്ല. ഉദാഹരണത്തിന് ഫിനാൻസ് വകുപ്പിൻ്റെ ഫിനാൻസ് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവിടുത്തെ ജോയിൻറ്റ് സെക്രട്ടറിക്കും അണ്ടർ സെക്രട്ടറിക്കും അഡീഷണൽ സെക്രട്ടറിക്കും ഒന്നും ഫിനാൻസ് അറിയണമെന്നില്ല. കൃഷി വകുപ്പിലുള്ള ജോയിൻറ്റ് സെക്രട്ടറിക്കും അണ്ടർ സെക്രട്ടറിക്കും കൃഷി ബിരുദം വേണമെന്നില്ല. എന്ത് ബിരുദവും മതി. പക്ഷേ നിയമവകുപ്പിൽ മാത്രം നിയമബിരുദം വേണമെന്ന് നിർബന്ധമാണ്. അവിടുത്തെ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്, അത് ക്ലറിക്കൽ ഫസ്റ്റ് വരുന്ന PSC എന്ന് വരുന്ന ആ ലെവല് തുടങ്ങി എല്ലാവർക്കും നിയമബിരുദം വേണം. നിയമ സെക്രട്ടറിയെ നിയമിക്കുന്നത് മറ്റ് സെക്രട്ടറിമാരെ നിയമിക്കുന്നത് പോലെ അല്ല. അത് ഒരു പാനൽ, ഹൈക്കോടതിയൊക്കെ ബന്ധപ്പെട്ട് ഒരു ജില്ലാ ജഡ്ജി റാങ്കിലുള്ള ഒരു ജില്ലാ ജഡ്ജിയെ തന്നെയാണ്, ജില്ലാ ജഡ്ജി റാങ്കാണ് അത്, ആ ജില്ലയിലായിരിക്കണമെന്നില്ല, ആ തത്തുല്യമായ റാങ്കിലുള്ള ആളെയാണ് നിയമ സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നത്. അപ്പം അതാണ് അതിൻ്റെ ഒരു ഘടന. ഈ വകുപ്പിൻ്റെ പണി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ പണി നിയമങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത് മറ്റു വകുപ്പുകൾ അവരുടെ നയങ്ങൾ, അല്ലെ പുതിയൊരു നിയമം ഉണ്ടാക്കണം, അല്ലെ പഴയ നിയമം ഭേദഗതി ചെയ്യണം, അല്ലെ ഒരു ഓർഡിനൻസ് ഇറക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഈ നിയമവകുപ്പിൻ്റെ പണിയാണ്. കാരണം അവിടെയുള്ള എല്ലാവരും നിയമം അറിയാവുന്നവരാണ്. രണ്ടാമത്തെ പണി മറ്റ് വകുപ്പുകൾക്ക് നിയമോപദേശം നൽകുക എന്നുള്ളതാണ്, ലീഗൽ അഡ്വൈസ്. അത് അവരുടെ പണിയാണ്. പിന്നെ ഇവർക്ക് കുറേ പബ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ നിയമം എല്ലാവർക്കും അറിയണമെന്നുണ്ടല്ലോ. അപ്പം നിയമധ്വനി, കേരള കോഡ് എന്നൊക്കെ പറഞ്ഞ പബ്ലിക്കേഷൻസ്, പിന്നെ ബാക്കി കുറേ നിയമങ്ങളുടെ ലിസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുക എന്നുള്ള ഇവരുടെ പണിയാണ്. പിന്നെ അടുത്ത ഒരു പണി എന്ന് പറയുന്നത് ഈ ചില നിയമങ്ങൾ നടപ്പാക്കുക എന്നുള്ളത് നേരിട്ട്. അതായത് ഈ നോട്ടറികളെ നിയമിക്കുന്ന നിയമമുണ്ട്, നോട്ടറികൾ. അപ്പം ആ നിയമം, അതുപോലെ ഈ കോർട്ട് ഫീസ് സ്റ്റാമ്പ് നിയമം, അതുപോലെ ചില നിയമങ്ങളുണ്ട്. ഈ ഈഴവ ആക്ട്, നായർ ആക്ട്, നമ്പൂരി ആക്ട്, ക്ഷത്രിയ ആക്ട് എന്നൊക്കെ പറഞ്ഞൊരു നിയമങ്ങളുണ്ട്. അതൊക്കെ നടപ്പാക്കുന്നത് ഈ നിയമവകുപ്പ് നേരിട്ട് നടപ്പാക്കുന്ന നിയമങ്ങളാണ്. പിന്നെ തർജ്ജമ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. അപ്പം ഇങ്ങനെ സർക്കാരിൻ്റെ ഉള്ളിലെ തന്നെ മറ്റ് വകുപ്പുകൾക്ക് നിയമോപദേശം നൽകുക, മറ്റ് വകുപ്പുകൾക്ക് ആവശ്യമുള്ള നിയമനിർമ്മാണങ്ങളിൽ സഹായിക്കുക, അല്ലെ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുക, പിന്നെ ഈ പറഞ്ഞ തർജ്ജമകൾ, ചില നിയമങ്ങൾ നടപ്പാക്കുക. ഇതൊക്കെയാണ് നിയമവകുപ്പിൻ്റെ പ്രധാന കർത്തവ്യങ്ങൾ. ഈ ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നുള്ളത് നമ്മുടെ ഇന്ത്യയിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ കേരള ജനതയ്ക്ക് ലോയിനെ പറ്റി ഒരു പരിജ്ഞാനം ഉണ്ടാവണം. നമ്മുടെ കേരള ജനതയ്ക്ക് എത്രത്തോളം നിയമ പരിജ്ഞാനം ഉണ്ടെന്നാണ് സാറ് ചിന്തിക്കുന്നത്? കേരളത്തെ എപ്പോഴും നമ്മൾ വലിയ ലിറ്ററേറ്റാണ്, നമ്മൾ 100% സാക്ഷരത നേടി, എല്ലാവരും സാക്ഷരരാണ് എന്നൊക്കെയുള്ള അഭിമാനം നമ്മൾ കൊള്ളാറുണ്ട്, അതുപോലെ പ്രഖ്യാപിക്കാറുണ്ട്. നമ്പർ 1 ആണ് സാക്ഷരത എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ ചില പരിജ്ഞാനങ്ങൾ, അതായത് ഫിനാൻഷ്യൽ ലിറ്ററസി, ലീഗൽ ലിറ്ററസി, ഹെൽത്ത് ലിറ്ററസി, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ വളരെ പുറകിലാണ്. ഈ നിയമപരിജ്ഞാനം എന്ന് പറയുന്നത് സ്കൂൾ ലെവലിൽ ഒരു 10ാം ക്ലാസ് പാസ്സായ, 12ാം ക്ലാസ് പാസ്സായവർക്ക് എത്രയുണ്ടാകും? മര്യാദയ്ക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പോലും പലർക്കും അറിഞ്ഞുകൂടാത്തൊരവസ്ഥയാണ് ഇന്നുള്ളത്. അപ്പോൾ പല പല കാര്യങ്ങളെപ്പറ്റിയും അവർക്ക് അജ്ഞത കൊണ്ടാണ് പലപ്പോഴും നമ്മൾ കാണുന്ന പല വൃത്തികേടുകളും, ചെയ്യാത്ത കാര്യങ്ങളുമൊക്കെ
ഈ യുവജനങ്ങളും വിദ്യാർത്ഥികളും കുട്ടികളും ഒക്കെ ചെയ്യുന്നത്. കാരണം അവർക്ക് അറിഞ്ഞുകൂടാ. ആദ്യമായിട്ട് വേണ്ടത് നമ്മളുടെ ഒരു ഫണ്ടമെൻ്റൽ ലോ ഉണ്ടല്ലോ, ഈ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. ആ ഭരണഘടന തന്നെ എത്ര പേർക്ക് സ്കൂൾ ലെവലിൽ അറിയാം അതിനെപ്പറ്റി, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ ഒരു പ്രിയാമ്പിളിലുള്ള അല്ലെങ്കിൽ ഒരു ഭരണഘടന കൊണ്ടുള്ള ഉദ്ദേശം നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു വിഷൻ എന്താണ്, ഓരോ ഇന്ത്യയുടെ ഒരു സ്ട്രക്ചർ ഭരണഘടനയിൽ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ഭരണത്തിൻ്റെ ഒരു സ്ട്രക്ചർ, ഘടന, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ പ്രത്യേകിച്ച് സാധാരണ ഒരു ലിബറൽ ആർട്സ് കോളേജിൽ പോകുന്നവർക്ക് ഇതിനെപ്പറ്റി വലിയ വിവരം ഉണ്ടാവണമെന്നില്ല, അവർക്കുണ്ടാവണമെന്നില്ല. പിന്നെ ബാക്കിയുള്ളവരുടെ കൃഷിക്കാരുടെ കാര്യമോ അല്ലാത്തവരുടെ ബാക്കി കച്ചവടത്തിൽ ഏർപ്പെടുന്നവരുടെ കാര്യം പറയാനുമില്ല. എത്ര അധ്യാപകർക്ക് അറിയാം ഇതിനെപ്പറ്റി. അധ്യാപക പരിശീലന കേന്ദ്രങ്ങളിൽ നമ്മുടെ ഭരണഘടനയെ പറ്റിയും എസെൻഷ്യലായിട്ടുള്ള നിയമങ്ങളെ പറ്റിയും ഒക്കെയുള്ള ഒരു പരിജ്ഞാനം അവർക്ക് നൽകുന്നുണ്ടോ? ഇനി അതൊരു കാര്യം. നമ്മുടെ ഭരണഘടന സാധാരണഗതിയിൽ മറ്റ് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. 2016 കേരളത്തിൽ ഈ തർജ്ജമ അവസാനം നടന്നത്. 2016 ശേഷം സാധാരണ 2-3 കൊല്ലം കൂടുമ്പം അതുവരെയുള്ള ഭേദഗതികൾ, ഭരണഘടനയുടെ ഭേദഗതികളോട് ഉൾപ്പെടുത്തി മലയാളത്തിൽ ഒരു 1000-1500 കോപ്പി പ്രിന്റ് ചെയ്യും. ഇതിന്റെ പൂർണ്ണ ചെലവും കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നതാണ്. പക്ഷെ 2016 ശേഷം ചെയ്തില്ല. അതിനുശേഷമുള്ള ഭേദഗതിയിൽ വെച്ചിട്ട് 2020 നിയമമന്ത്രാലയം അനുമതിയും കൊടുത്തതാണ്, പക്ഷെ നമ്മൾ പ്രിന്റ് ചെയ്തില്ല. അപ്പം നമ്മളിവിടെ ഭരണഭാഷ മലയാളമാക്കും, എല്ലാവരും മലയാളം പഠിക്കണമെന്ന് പറയുമ്പോഴും നമ്മുടെ ഭരണഘടന മലയാളത്തിലാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനില്ലേ? അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ അതുപോലെ ഈ നിയമവകുപ്പിന് തന്നെ ഈ പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നതും തർജ്ജമ എന്ന് പറയുന്നതും അവരുടെ കർത്തവ്യമാണ്. പല പബ്ലിക്കേഷൻസ് ഉണ്ടല്ലോ ഇപ്പോൾ, എല്ലാം ഈ പ്രിന്റ് മീഡിയ ആകണമെന്നില്ലല്ലോ, ഈ മാസിക പോലെ ആവണമെന്നില്ല. ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ അവർക്ക് അവരുടേതായ വിധത്തിലുള്ള പല കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകളുണ്ടല്ലോ ഓൺലൈനായിട്ട്. അപ്പോൾ അതിൽ കൂടി നിയമപരിജ്ഞാനം നടത്തിക്കൂടെ? ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ജഡ്ജ്മെന്റുകൾ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അവിടെ നടക്കുന്ന വാദങ്ങൾ വരെ നമുക്ക് ഓൺലൈനായിട്ട് ട്വിറ്ററിലും അല്ലാതെയൊക്കെ അപ്പം തന്നെ കിട്ടുന്നുണ്ടല്ലോ. അതിനുള്ള ഏജൻസികളുണ്ട്, അവരത് അപ്പം തന്നെ ബാലാൻ ബെഞ്ച് എന്നൊക്കെ പറഞ്ഞ് പല 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 ഏജൻസികളുണ്ട്, അവർ കിട്ടുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ നിയമവകുപ്പ് നടത്തുന്ന കാര്യങ്ങൾ, പുതിയ പുതിയ നിയമങ്ങൾ വരുന്നതിൻ്റെ കാര്യങ്ങൾ, പബ്ലിക്കേഷൻസിൻ്റെ കാര്യം, നിയമങ്ങളെ പറ്റിയുള്ള പരിജ്ഞാനം, ഇതൊക്കെ ഓൺലൈനായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മലയാളത്തിൽ കൊടുത്തുകൂടെ? തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. അത് ഈ നിയമവകുപ്പിൻ്റെ ഒരു കർത്തവ്യം കൂടിയാണ്. ഭരണഘടനയിലെ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിയമവകുപ്പ് എത്രത്തോളം വിജയിച്ചിട്ടുണ്ട്? ഭരണഘടനയിൽ ഉള്ള പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ഈ ഭരണഘടന എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇവിടുത്തെ ഓരോ പൗരനും സ്വാതന്ത്ര്യവും സമത്വവും സഹോദര്യവും ഇതൊക്കെ നൽകാൻ വേണ്ടിയിട്ട്, നീതിയൊക്കെ നൽകാൻ വേണ്ടിയിട്ടാണെന്നാണല്ലോ പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കിയ, നമുക്ക് തന്നെ നൽകുന്ന ഒരു 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 നിയമാവലി അല്ലെ നിയമസംഹിതയാണ് ഭരണഘടന എന്ന് പറയുന്നു. ഇത് എത്ര പേർക്കറിയാം? ഇവിടെ നീതി നടപ്പാവുന്നുണ്ടോ? ഇവിടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന എല്ലാവർക്കും ഉണ്ടോ? സാഹോദര്യം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഭാരതം എന്ന് പറഞ്ഞ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് അറിയാമോ? അതുപോലെ ഇതിലെ ചില ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, 19 ഫ്രീഡത്തിനെ പറ്റിയുള്ളതോ, 14 ഈക്വാലിറ്റിയെ പറ്റിയുള്ളതോ, തുല്യത എന്ന് പറയുന്നത്, ഇതൊക്കെ എത്ര പേർക്കറിയാം? അത് കഴിഞ്ഞ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലുള്ള കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഈ പൊല്യൂഷൻ പോലും അത് തടയണം, ഓരോരുത്തർ ഉത്തരവാദിത്തമാണ്. പരിസ്ഥിതി കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ അജ്ഞതയാണ് നമ്മളുടെ ഭരണഘടനയെ പറ്റി എന്നുള്ളതാണ്. ഈ വളരെ അധികം വിവരമുള്ളവരാണ്, സാക്ഷരരാണ് എന്നൊക്കെ അഭിമാനം കൊള്ളുന്ന നമ്മളുടെ ഇവിടുത്തെ മനുഷ്യരുടെ ഒരവസ്ഥ. ഈ സർക്കാരിന് നിയമവകുപ്പും അതുപോലെ സ്റ്റാൻഡിംഗ് കൗൺസിൽമാരും ഒക്കെ ഉള്ളപ്പോൾ ചില കേസുകളിൽ കോടികളും മുടക്കി പ്രത്യേക അഭിഭാഷകരെ നിയമിക്കുന്നത് കണ്ടുവരുന്നുണ്ട്. അത് ശരിക്കും ഒരു വേസ്റ്റ് അല്ലേ? അത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വിധത്തിൽ അതിനെ കാണാൻ പറ്റും. ഒന്ന്, സർക്കാർ തന്നെ നിയമിക്കുന്ന സ്റ്റാൻഡിംഗ് കൗൺസിൽ ഇവർക്ക് കഴിവില്ല എന്ന് സർക്കാർ തന്നെ വിലയിരുത്തുന്നുണ്ടാകാം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഈ സ്റ്റാൻഡിംഗ് കൗൺസിലിന് പൈസ കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ളവരെ എന്തിനാണ് സർക്കാർ നിയമിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇല്ല, സ്റ്റാൻഡിംഗ് കൗൺസിലിനെ നിയമിച്ച ശേഷം ആ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ വിശ്വാസമില്ലാതെ അവർ കേസ് വാദിച്ചാൽ ജയിക്കത്തില്ല എന്ന് ഒരു തോന്നൽ സർക്കാരിന് തന്നെ ഉള്ളതുകൊണ്ടാണല്ലോ വീണ്ടും സ്പെഷ്യലായിട്ട് പൈസ മുടക്കി സീനിയർ വക്കീലന്മാരെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചില കേസുകൾക്ക്, എല്ലാ കേസുകൾക്കും ഇല്ല, അങ്ങനെ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വശം ഈ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് വെക്കുന്നവർ
അത്ര പ്രാഗൽഭ്യമുള്ളവരല്ലേ എന്നുള്ളൊരു സംശയം. രണ്ടാമത്, സർക്കാർ എല്ലാ കേസിലും അങ്ങനെ ചെയ്യുന്നില്ല, ചില കേസുകളിൽ മാത്രമാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് എനിക്കെതിരെ സർക്കാർ ഒരു അപ്പീൽ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് അനുകൂലമായിട്ടുണ്ടായ ഒരു വിധിക്കെതിരെ സർക്കാർ എന്നെ ക്രൂശിക്കണമെന്നും പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അതിന് പ്രത്യേകം പൈസ മുടക്കി ഒരു സീനിയർ വക്കീലിനെ വെച്ചിരിക്കുകയാണ്. അതുപോലെ ഈ കാസർഗോഡോ മറ്റോ രണ്ടുപേരെ വധിച്ച ഒരു കേസിൽ അതിലും സർക്കാർ അപ്പീൽ പോയപ്പോൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചില കേസുകളിൽ മാത്രം സർക്കാരിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടവരുടെ വാശി ഉള്ള കേസുകളിൽ മാത്രമേ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ഇത് പൊതുജനങ്ങളുടെ പൈസയാണ്, നീതിദായകരുടെ പൈസയാണ്. എൻ്റെയും കൂടെ പൈസ എടുത്തിട്ട് എനിക്കെതിരെ അവിടെ സുപ്രീം കോടതിയിൽ സർക്കാർ പ്രത്യേക ആളുകളെ വെക്കുന്നു. നോർമൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ വാദിച്ചോട്ടെ, അവരെ വെച്ചിട്ടുണ്ടല്ലോ, അവരാണല്ലോ ചെയ്യണ്ടേ, അതിനുവേണ്ടിയാണല്ലോ അത് ചെയ്ത്. ഇത് കൂടാതെ 1977 മുതൽ കേരള ഹൗസിൽ ഒരു നിയമവിഭാഗമുണ്ട്. അവിടെ ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള ലോ ഓഫീസറുണ്ട്, വേറെ 2, 3, 4 ലോ ഓഫീസർ, കോർട്ട് ഓഫീസർ, ഇതൊക്കെ അവിടെ കേരള ഹൗസിലുണ്ട്. അപ്പം നിയമ വകുപ്പിൻ്റെ വിങ് ഡൽഹിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഈ കോർഡിനേഷനും അതുപോലെ ഈ സർക്കാരിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ പിന്നെ സ്റ്റാൻഡിംഗ് കൗൺസിലുകളുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ വീണ്ടും നമ്മൾ ഈ കടക്കണിയിൽ മുങ്ങിക്കിടക്കുന്ന ഈ സംസ്ഥാനത്ത് ഈ നീതിദായകരുടെ പൈസ എടുത്ത് വീണ്ടും ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാണ് പലതും. കാരണം സർക്കാരിൻ്റെ ചില വാശി തീർക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ സർക്കാരിൻ്റെ നേതൃത്വം നൽകുന്ന ആളുടെ വാശി തീർക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ പലപ്പോഴും ഈ ദുർവ്യയം ചെയ്യുന്നത്. ഈ കാസർഗോഡ് ഒരു കൊലപാതക കേസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ കേസിന്റെ അന്വേഷണം CBIക്ക് വിടരുതെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി വരെ പോയത് ശരിക്കും നിയമവകുപ്പിന്റെ ഉപദേശത്തോടെ കൂടിയായിരിക്കുമോ? സാധാരണഗതിയിൽ ഒരു കൊലപാതക കേസിൽ സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ക്രിമിനൽ കേസാണല്ലോ. ക്രിമിനൽ കേസിൽ സർക്കാരാണല്ലോ ആ കേസിൽ ഒരു പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക, വാദിക്ക് വേണ്ടിയിട്ടാണല്ലോ നിൽക്കുന്നത്, അല്ലെ വിക്ടിമിന് വേണ്ടിയിട്ടാണല്ലോ നിൽക്കുന്നത്. അതാണല്ലോ ഒരു ക്രിമിനൽ കേസിലെ കാര്യം. അതുകൊണ്ട് വേറെ ഒരു സെപ്പറേറ്റ് പ്രോസിക്യൂട്ടറെ അല്ലെങ്കിൽ സെപ്പറേറ്റ് വക്കീലിനെ ഒന്നും ക്രിമിനൽ കേസിൽ നമ്മൾ വെക്കുന്നില്ലല്ലോ. അപ്പോൾ സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നേരെ വിപരീതമായിട്ടൊരു കാര്യമല്ലേ. അപ്പോൾ CBI അല്ല, ആര് വേണേൽ അന്വേഷിച്ചോട്ടെ, പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ പരമാവധി ആരെങ്കിലും വന്ന് ഇപ്പം എല്ലാവരും കൂടി നമുക്ക് തെളിവ് ശേഖരിച്ചിട്ട് ഈ പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാമെന്നുള്ളതായിരിക്കണമല്ലോ സർക്കാരിൻ്റെ ഉദ്ദേശം. അപ്പോൾ CBIയോ വേറെ ആരെങ്കിലുമൊക്കെ വന്നോട്ടെ, നമ്മൾ ഫുള്ളി സഹകരിക്കുന്നു എന്നുള്ള നിലപാടാണ് സർക്കാർ എടുക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിയമവകുപ്പ് നിയമത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു ഉപദേശം കൊടുത്തിരിക്കാൻ സാധ്യതയില്ല. നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഉപദേശം ജില്ലാ ജഡ്ജി റാങ്കിലുള്ള ഒരു നിയമ സെക്രട്ടറി കൊടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതുപോലെ നിയമം അറിയാവുന്ന നിയമവകുപ്പിലുള്ളവർ അത് കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ നിയമവകുപ്പിൻ്റെ ഉപദേശം അനുസരിച്ചായിരിക്കാൻ ഒരു വഴിയുമില്ല. കാസർഗോഡ് ഇതൊരു ഇരട്ട മർഡർ കേസ് മറ്റോ ആണെന്ന് തോന്നുന്നു, 2 പേരെ മറ്റോ വധിച്ചൊരു കേസിൽ കേരളം സുപ്രീം കോടതി വരെ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാടിൽ പോയിരിക്കുന്നു. സർ, ഈ ഡിലേഡ് ജസ്റ്റിസ് ഈസ് ഡിനയൽ ഓഫ് ജസ്റ്റിസ് എന്നാണല്ലോ. അപ്പോൾ ഇതിൽ ശരിക്കും നിയമവകുപ്പ് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണേണ്ടതല്ലേ? നമ്മുടെ കേസുകളെല്ലാം വളരെ ഡിലേഡ് ആയിട്ടാണ് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും പരിഹാരം നിയമവകുപ്പിന് ചെയ്യാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് സാധാരണ ഇവിടുത്തെ പൗരന്മാർക്ക് സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നീതി എന്ന് പറയുന്ന വിധത്തിൽ കിട്ടേണ്ടത്. കാരണം ഒരു കേസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചു കാലമാണല്ലോ നമ്മളതിൻ്റെ പുറകെ നടക്കുക. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേറെ പണി ചെയ്യണ്ടേ? ഈ കേസിൻ്റെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കി ഉള്ള കാര്യങ്ങൾ ആര് ചെയ്യും? അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ എൻ്റെ തന്നെ ഉദാഹരണം പറയാം. ഞാൻ ഇവിടുത്തെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ വോളണ്ടറി റിട്ടയർമെൻറ്റിന് ഒരു കേസ് ഞാൻ സർക്കാരിലേക്ക് അപ്ലൈ ചെയ്തു. സർക്കാർ അത് തന്നില്ല. അപ്പം എനിക്ക് വോളണ്ടറി റിട്ടയർമെൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഒരു കേസ് കൊടുത്തു. ആ കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നോർമലായിട്ട് 2-3-4 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ നോർമലായിട്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അതിനെപ്പറ്റി ഒരു തീരുമാനം എടുത്തില്ല. എന്താ അത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് വോളണ്ടറി റിട്ടയർമെൻറ്റ് ഒരു കേസ് പോസ്റ്റ് ചെയ്തിരിക്കുക. ഇനി എന്താണ് പറയാനുള്ളതെന്ന്? പിന്നെ എനിക്കെന്ത് പറയാനുള്ളത്? അപ്പം അത് ഡിനയൽ ഓഫ് ജസ്റ്റിസ് ആണ് തീർച്ചയായിട്ടും. കാരണം എനിക്ക് ഒരു സമയത്ത് കിട്ടേണ്ട ഒരു കാര്യം ആ കോടതി അത് മൈൻഡ് ചെയ്തില്ല. അതിനുശേഷം നോർമൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുക. എന്തെങ്കിലും പറയാനുണ്ടെന്ന് ചോദിച്ചു. എനിക്കെന്ത് പറയാനാണ്? ഇങ്ങനെ ഈ ഒരു സമയവും സന്ദർഭവും നോക്കാതെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കേസ് തന്നിരിക്കുന്നത് പോലെ നോക്കാത്ത ഒരു കോടതിയോട് എന്ത് പറയാൻ പറ്റും? അത് മിക്കവരുടെ അനുഭവം അതാണ്.
അതുപോലെ വേറൊരു കാര്യം ഞാൻ പറയും, ജയലളിത കേസ്, അത് കേരളത്തിൻ്റെ കാര്യമല്ല, എന്നാലും ജയലളിതയ്ക്കെതിരെയുള്ള അഴിമതി കേസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആദ്യം കർണാടക ഹൈക്കോടതിയിലായിരുന്നു അത് നോക്കിയിരുന്നതിന് ശേഷം അത് സുപ്രീം കോടതിയിൽ പോയി. ജയലളിത മരിച്ചതിന് ശേഷമാണ് എൻ്റെ വിധി വന്നത്. ജയലളിത അഴിമതിക്കാരിയാണ്, ഭയങ്കര പ്രശ്നമാണ്. അതിൻ്റെ ആ ഒരു ജഡ്ജ്മെൻറ്റ് ലാസ്റ്റ് ഒരു 4-5 പേജ് വായിച്ചു കഴിഞ്ഞാൽ ആ ജഡ്ജ്മെൻറ്റ് വളരെ ഈ അഴിമതി വിരുദ്ധതയുടെ ഒരു കുറേയധികം കാര്യങ്ങളായിരുന്നു പറയുന്നുണ്ട്. പക്ഷേ ജയലളിത മരിച്ച് ജയലളിതയെ വലിയ ആഡംബരത്തോടു കൂടി അല്ലെങ്കിൽ ബഹുമതികളോടുകൂടി അടക്കിയ ശേഷമാണ് ജയലളിത ഭയങ്കര അഴിമതിക്കാരിയാണ് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി ഒരു വിധിന്യായം പുറപ്പെടുവിച്ച്. ഡിനയൽ ഓഫ് ജസ്റ്റിസ് അല്ലേ അത്? ഒരു അഴിമതി കേസ് ഉണ്ടായിട്ട് 19, 20, 21 കൊല്ലം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ വിധി വരുന്നത്. അതുപോലെ കേരളത്തിലെ ഒരു അഴിമതി കേസുണ്ട്, നമ്മുടെ പാമലിംഗ് കേസ്. 91 തുടങ്ങിയതാണ്, ഇതുവരെ അതിൻ്റെ വിചാരണ പോലും തുടങ്ങിയിട്ടില്ല. അതിന് മിക്ക പ്രതികളൊക്കെ മരിച്ചുപോയി കഴിഞ്ഞു. അപ്പോൾ അതും ഡിനയൽ ഓഫ് ജസ്റ്റിസ് ആണ്. വീണ്ടും പല പ്രസിദ്ധമായ അഴിമതി കേസുകൾ ഇപ്പോഴും കിടന്ന് നിരങ്ങുകയല്ലേ. അപ്പോൾ ഈ പലപ്പോഴും നമുക്ക് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫലം കിട്ടണമല്ലോ, അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ കൊടുക്കുന്നത്. അത് പക്ഷേ ആ ഫലം സമയത്ത് കിട്ടിയില്ലെങ്കിൽ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ വിശന്നിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭക്ഷണം വേണം, നമ്മൾ ഏകദേശം 2 ദിവസം കഴിഞ്ഞ് ഭക്ഷണം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഇപ്പോഴത്തെ നീതിയുടെ ഒരു ഡിസ്പെൻസേഷൻ അല്ലെങ്കിൽ കിട്ടുന്ന ഒരവസ്ഥ. ഈ മർഡർ കേസുകളിലെ പ്രതികൾ അവരെ പിടിക്കപ്പെട്ടതിന് ശേഷം, ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം ഈ ശിക്ഷാ കാലയളവിൽ തന്നെ മറ്റു കേസുകളിൽ പ്രതിയായി പിടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്? ഒരു കാരണവശാലും ഒരു നിയമവാഴ്ച നന്നായിട്ടുള്ള നല്ല പോലീസ് സംവിധാനമുള്ള ഒരു സംസ്ഥാനത്ത് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അടുത്ത കാലത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി സ്വർണവുമായിട്ട് പുറത്തേക്ക് വന്ന ഒരു ആളെ, കടത്തുകാരനെ, കണ്ണൂരിൽ നിന്ന് വന്ന കുറേ ആളുകൾ 5-8 പേരോ മറ്റോ കൂടിയിട്ട് ഇയാളെ തട്ടിക്കൊണ്ടുപോയി, ഇയാളുടെ അടുത്തുള്ള സ്വർണ്ണമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി. ആ പ്രതികളെ പിടിച്ചപ്പോഴാണ് മനസ്സിലായത് അതിലൊരാൾ ഷുഹൈബ് വധക്കേസിലെ ഒരു പ്രതിയാണ്, മർഡർ കേസിലെ പ്രതിയാണ്. കണ്ണൂരിൽ നിന്ന് എറണാകുളം വരെ വന്നിട്ട് ഈ അടുത്ത കുറ്റകൃത്യത്തിന് വേണ്ടിയിട്ട് തട്ടിക്കൊണ്ടുപോകൽ എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പറ്റാമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു മർഡർ കേസിൽ 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, തെളിവൊക്കെ ശേഖരിച്ച് പോലീസ് 90 ദിവസത്തിനകമോ എങ്കിലും കുറ്റപത്രം സമർപ്പിക്കണം. ഇനി 90 ദിവസം കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ അതിന് കാലതാമസം വരുത്താൻ പാടില്ല. കാരണം മർഡർ കേസിലൊക്കെ തെളിവെടുക്കാൻ അത്ര അതുപോലെയുള്ള നടത്തിയ കേസുകളിൽ അത്ര വിഷമമുള്ള കാര്യമല്ല. കാരണം അത് രഹസ്യമായിട്ട് നടത്തിയ അങ്ങനത്തെ ഒരു കൊലപാതകമൊന്നും ആയിരുന്നില്ല. അപ്പോൾ 90 ദിവസം കൊണ്ട് അന്വേഷിക്കാവുന്നേ ഉള്ളൂ, തെളിവ് കോടതി കൊടുക്കാവുന്നേ ഉള്ളൂ. അതൊരു കാര്യം. അങ്ങനെയാണെങ്കിൽ അത് ട്രയലിലേക്കൊക്കെ പോയി അതിൻ്റെ അടുത്തിലേക്ക് പോകുമല്ലോ. രണ്ടാമത്തെ കാര്യം, ഈ പ്രതി എന്താണേലും അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിലാണല്ലോ. ജാമ്യത്തിന് കണ്ടീഷൻസ്, നിബന്ധനകൾ ഉണ്ടാകുമല്ലോ. കണ്ടീഷൻസ് ഇല്ലാതെ ഒരു ജാമ്യം ഒരു മർഡർ കേസിൽ കോടതി ഒരിക്കലും കൊടുക്കില്ല. അപ്പോൾ ആ കണ്ടീഷൻസ് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് പോലീസാണ്. അപ്പോൾ അത് ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരില്ലല്ലോ. കാരണം ഇയാളെ വാച്ച് ചെയ്യാനോ ഇതൊക്കെ ആഴ്ചയിലൊന്ന് ശേഷം വരണമെന്നോ അങ്ങനെ പല പല നിബന്ധനകളുണ്ടാവും. അല്ലെങ്കിൽ ജാമ്യക്കാരെ ഉണ്ടാവുമല്ലോ. എന്തെങ്കിലുമൊക്കെ നിബന്ധനകളില്ലാതെ ഒരു കാരണവശാലും ഉണ്ടാവില്ല. അപ്പോൾ കണ്ണൂരിൽ നിന്ന് ഈ എറണാകുളം വരെ അയാൾ വന്നിട്ട് വീണ്ടും കുറ്റകൃത്യം നടക്കാനുള്ള ഒരു കോൺഫിഡൻസ്, അങ്ങനെ ഒരു ധൈര്യം അയാൾക്കുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയെയും ഇവിടുത്തെ പോലീസിനെയും വെല്ലുവിളിക്കുകയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ഇപ്പോൾ ഈ ആഭ്യന്തരമന്ത്രിയെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു വെല്ലുവിളിയാണ് ഈ പറഞ്ഞ മർഡർ കേസിലെ പ്രതി കണ്ണൂർ എറണാകുളം വരെ വന്നതിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഈ സർക്കാർ അഭിഭാഷകരുടെ നിയമനം സുതാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? സർക്കാർ അഭിഭാഷകരുടെ നിയമനം ഇപ്പോൾ ഹൈക്കോടതിയിലൊക്കെ സീനിയർ ഗവൺമെൻറ് പ്ലീഡർ എന്നൊക്കെ പറയുന്നതിനുള്ള ആക്ഷേപങ്ങൾ പലതായിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയ നിയമനങ്ങളാണ്, ഭരിക്കുന്ന കക്ഷിയുടെ പാർട്ടിയുടെ ആൾക്കാരെയാണ്. കാരണം ഈ ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, അതിൽ പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രധാന കണ്ണിയാണ്. അപ്പോൾ ആ കണ്ണി വളരെ സ്ട്രോങ് ആയിരിക്കണം, നിഷ്പക്ഷമായിരിക്കണം, കരുത്തുറ്റതായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ നീതിന്യായ വ്യവസ്ഥ കരുത്തുറ്റതായിട്ട് ഒരു സംസ്ഥാനത്ത് ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു ലിങ്ക് വീക്കാണെങ്കിൽ ബാക്കി എല്ലാ ലിങ്കും ഈ സ്ട്രെങ്ത് ഓഫ് എ ചെയിൻ ഡിപ്പെൻസ് അപ്പോൺ ദി വീക്കസ്റ്റ് ലിങ്ക് എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ ആകാൻ പാടില്ല. അവിടെ രാഷ്ട്രീയ നിയമനം പാടില്ല. അത് ഏറ്റവും കരുത്തുള്ള കഴിവുള്ള ആൾക്കാരെയാണ് നിയമിക്കേണ്ടത്. പക്ഷെ ഇന്ന് അങ്ങനെ അല്ല എന്നാണ് പരക്കെയുള്ള ആക്ഷേപം. എനിക്കറിയാവുന്നൊരു ഉദാഹരണം ഞാൻ പറയാം. വിജിലൻസിൽ
അഡീഷണൽ ലീഗൽ അഡ്വൈസർ എന്ന് പറഞ്ഞിട്ട് അവരാണ് അതിൻ്റെ പ്രോസിക്യൂഷൻ നടത്തുന്ന ആൾക്കാർ. PSC മുഖാന്തരമാണ് നിയമനം നടത്തുന്നത്. ഇപ്പോൾ ഞാനവിടെ ഇരുന്നതുകൊണ്ട് എനിക്കറിയാം ALA അഡീഷണൽ ലീഗൽ അഡ്വൈസർ, പ്രൊമോഷൻ കിട്ടി ലീഗൽ അഡ്വൈസർ ആവും, അങ്ങനെയൊക്കെ ആവും. പക്ഷേ അവിടെ PSCക്ക് വിട്ട ശേഷം താൽക്കാലികമായിട്ട് 4-5 പേരെ നിയമിച്ചു ALA ആയിട്ട്. താൽക്കാലികമായിട്ട് നിയമിച്ച ശേഷം PSC നിയമനം വരാതിരിക്കാൻ വേണ്ടിയുള്ള പൊടിക്കൈകളൊക്കെ ചെയ്ത ശേഷം ഒരു 3 പേരുടെ ഒരു കമ്മിറ്റിയൊക്കെ വെച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ പോലെ നടത്തി. എന്നിട്ട് ലിസ്റ്റ് ഇട്ടു. ലിസ്റ്റ് ഇട്ട ശേഷം ആ ലിസ്റ്റിനെ മറികടന്നിട്ട് വീണ്ടും ആ ലിസ്റ്റ് തിരികെ കയറ്റിയിട്ട് ആളുകളെ നിയമിച്ചു. അപ്പോൾ വിജിലൻസിൽ ഇവിടുത്തെ സുപ്രധാന അഴിമതി കേസുകൾ വിജിലൻസ് കോടതിയിൽ വാദിക്കുന്നത് താൽക്കാലിക നിയമനം കിട്ടിയ ഈ ആൾക്കാരാണ്. അപ്പോൾ ആ താൽക്കാലിക നിയമനം കിട്ടിയ ആൾ ഇവിടുത്തെ ഒരു ലോ ഡിപ്പാർട്ട്മെൻ്റ് തന്നെ ഒരു ഭാഗമായ ഒരാളുടെ ഒരു മകനോ മറ്റോ ആണ്. അപ്പോൾ അങ്ങനെ ഈ ബന്ധു നിയമനം വരെ നടക്കുന്ന ഒരവസ്ഥയാണ്. ഈ വിജിലൻസിലെ ALA അഡീഷണൽ ലീഗൽ അഡ്വൈസർമാർ ഈ അഴിമതി കേസുകൾ പ്രോസിക്യൂട്ട് ചെയ്യേണ്ട ആൾക്കാർ, അതുപോലെ അഴിമതി കേസുകൾക്ക് ലീഗൽ അഡ്വൈസ് കൊടുക്കേണ്ട ആൾക്കാർ ഇന്ന് എന്നുള്ളത് ഒരു വളരെ വളരെ നമ്മളുടെ ഇതൊക്കെ നിയമവകുപ്പ് പറയണ്ടേ, നിയമവകുപ്പ് പറഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ നടക്കേണ്ടത്. ഈ നിയമവകുപ്പിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വകുപ്പുകളിലും വിജിലൻസ് ഒരു വകുപ്പാണ്. ആ വകുപ്പിലും നിയമപരമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെയാണല്ലോ ലീഗൽ അഡ്വൈസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ അല്ല ഇപ്പം നടക്കുന്നുള്ളതാണ് ഒരു വാസ്തവം. ഇനി ഹൈക്കോടതിയിലുള്ള സീനിയർ GPമാരും അതിലും പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്. അപ്പോൾ അതും പല കേസുകളിലും ഈ വേറെ സെപ്പറേറ്റ് പൈസ കൊടുത്തിട്ട് വലിയ വക്കീലന്മാരെ ചില കേസുകൾക്കൊക്കെ ഡൽഹിയിൽ നിന്ന് വരുത്താറില്ലേ ഇവിടെ. അപ്പോൾ എന്തുകൊണ്ടാണ് വരുത്തേണ്ടി വരുന്നത്? കഴിവുള്ളവരെ വെക്കാത്തതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ വെറും രാഷ്ട്രീയം മാത്രം നോക്കി വെച്ച് കഴിഞ്ഞാൽ കേസ് ചെയ്യിക്കണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ചിലവ് വഹിക്കുന്ന ആരാണ്? ഇവിടുത്തെ നീതിദായകരാണ്. അപ്പോൾ നമ്മൾ കടം കയറി ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനത്തെ രാഷ്ട്രീയ നിയമനങ്ങൾ നടത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക, ആർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഭരണമാണ് നിയമവകുപ്പിൽ നിന്ന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലോകായുക്ത ഫലപ്രദമാണെന്ന് തോന്നുന്നുണ്ടോ? ലോകായുക്ത നിയമം 1999 ഉണ്ടാക്കിയപ്പോൾ അന്ന് LDF സർക്കാരായിരുന്നു. അത് ഫലപ്രദമായൊരു നിയമമാണ്. ഞാൻ ലോകായുക്തയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് പാറ്റൂർ കേസ് അന്വേഷിച്ചത്. അപ്പോൾ പാറ്റൂർ കേസിൻ്റെ അന്വേഷണം വെച്ച് തന്നെ ഉദാഹരണമായിട്ട് തന്നെ പറയാം. പിന്നെ അടുത്ത കാലത്ത് ഇപ്പോൾ ഈ ഒരു മുഖ്യമന്ത്രി തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കാമായിരുന്ന ഒരു ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ഫണ്ടിൻ്റെ കാര്യം, കാരണം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാനൊക്കെ അദ്ദേഹമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കേസിലുള്ള വിധിയെ പറ്റിയും അതിന് ആ പരാതി കൊടുത്തയാൾ അതിലുള്ള അതൃപ്തി കാര്യകാരണ സഹിതം മീഡിയയിലൊക്കെ വന്നൊരു കാര്യമാണ്. അത് പോട്ടെ, ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് പറയാം. പാറ്റൂർ കേസ് എന്ന് പറയുന്നത് വെറുമൊരു റിസീറ്റ്, തുണ്ടുകടലാസ് മുന്നാധാരമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അല്ലെ അങ്ങനെ കള്ളരേഖയുണ്ടാക്കി പുറമ്പോക്ക്, അതായത് പൊതുസ്ഥലം ഒരു കയ്യേറി. അത് ഒന്നാമത്തെ കാര്യം. 2, ഈ സ്യൂവേജിൻ്റെ ഒരു മെയിൻ ലൈൻ ഉണ്ട് പാറ്റൂർ സ്യൂവേജ് പമ്പ് ഹൗസ് എന്നാണ് പറയുന്നത്. അവിടെ നിന്നുള്ള വലിയൊരു പൈപ്പ്, സ്യൂവേജിൻ്റെ പൈപ്പ്, അത് ഈ സാധാരണ ഈ വാട്ടർ അതോറിറ്റിയുടെ അവിടുത്തെ ഈ വാട്ടർ ആൻഡ് സൂവേജ് നിയമം അനുസരിച്ച് ഈ സ്യൂവേജിൻ്റെ വെള്ളത്തിൻ്റെ പൈപ്പ് കിടക്കുന്ന ആ സ്ഥലവും അതിൻ്റെ മുകളിലേക്കുള്ള മണ്ണും ആ സ്ഥലം മുഴുവൻ സർക്കാരിൻ്റെയാണ്, നിയമത്തിലുള്ളതാണ്. അപ്പോൾ അവിടെ കിടക്കുന്ന ഒരു പൈപ്പ് മാറ്റിയിട്ടിട്ട് ആ സ്ഥലം ഈ ഒരു ബിൽഡർ കൊടുത്തു. അപ്പം അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. സർക്കാരിൻ്റെ ഒരു സ്ഥലം വേറൊരു അവിടുന്ന് മാറ്റി ഇങ്ങോട്ടിട്ടിട്ട് ഇത് നീ എടുത്തോ, ഒരു സ്വകാര്യ വ്യക്തി എടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അഴിമതിയല്ലേ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഇത് അഴിമതിയാണ് എന്ന് പറഞ്ഞ് കുറേ ഒരു ടീമിനെയൊക്കെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അന്വേഷണം നടത്തി വലിയ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി ലോകായുക്തയ്ക്ക് കൊടുത്തു. ലോകായുക്ത അത് മൈൻഡ് ചെയ്തിട്ടില്ല, ഇതുവരെ മൈൻഡ് ചെയ്തിട്ടില്ല. ഇത് 2015-16 മറ്റോ നടന്നൊരു കാര്യമാണ്. 2015 നടന്നിട്ടുണ്ടാവും, 15-16. പക്ഷെ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടാകാതെ ആ പാറ്റൂർ അവിടെ മറ്റേ ബിൽഡർ വലിയ ബിൽഡിംഗ് ഒക്കെ പണിത്, വലിയ മോളും ഒക്കെ പണിത്, വലിയ വലിയ പരിപാടിയായിട്ട് നടക്കുന്നു. പക്ഷേ സർക്കാർ സ്ഥലത്ത് തിരുവനന്തപുരത്ത്, അതായത് നമ്മുടെ തലസ്ഥാനത്ത്, ഈ നിയമവകുപ്പ് ഇരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കൊള്ള നടത്തി കഴിഞ്ഞാൽ, അഴിമതി നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കുഴപ്പമില്ലാത്ത ഒരു അവസ്ഥയാണ്. അത് ഈ ലോകായുക്ത എന്ന് പറയുന്നതിൻ്റെ നിയമം നടപ്പാക്കാത്തതുകൊണ്ടാണ്. ലോകത്തെ നിയമം നല്ലതാണ്, പക്ഷേ നടപ്പാകുന്നില്ല. വേറൊരു മന്ത്രി KT ജലീൽ എന്ന് പറഞ്ഞ ഒരു മന്ത്രി
ഏതൊരു MG യൂണിവേഴ്സിറ്റിയിലോ മാർക്ക്ദാനത്തിൻ്റെയോ എന്തോ ഒരു കാര്യത്തിൽ മന്ത്രിയുടെ ഒരു കാലാവധി കഴിഞ്ഞ ശേഷമാണ് ലോകായുക്തയിൽ നിന്ന് വിധി വന്നത്. അതുവരെ വിധി ഉണ്ടായില്ല. മന്ത്രി ഒരു 5 വർഷം കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴത്തേനും വിധി വന്നു. നമ്മൾ ഈ ജയലളിതയുടെ കാര്യം പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ ശേഷം വിധി വരുന്നു പറഞ്ഞത്. അല്ലെ എൻ്റെ കാര്യത്തിൽ റിട്ടയർമെൻറ്റിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഓൺ റിട്ടയർമെൻറ്റ് വേണോ എന്ന് ചോദിക്കുന്നത് പോലെ. ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സാറിൻ്റെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. പുതിയൊരു എപ്പിസോഡിൽ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളുമായി ഞങ്ങൾ എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.